ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസിവിനു ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കിന്ന് നമ്മളൊരു കോംബോ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഫ്ലവർ ഇട്ട പ്ലാന്റുകളൊക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ പ്ലാന്റ്സുകളൊന്നും ഫ്ലവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗ്രീൻ നെറ്റൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സുകളൊക്കെ അത്യാവശ്യം ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഇട്ട പ്ലാന്റിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോംബോ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുള്ള, ഇതിനകത്ത് വില കൂടിയ പ്ലാന്റുകളും വില കുറഞ്ഞ പ്ലാന്റുകളും എല്ലാം വെച്ചിട്ടുള്ള ഒരു കോംബോ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു കുഞ്ഞു കവറുകളുടെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ കവർ പ്ലാന്റുകളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ആ കവർ പ്ലാന്റ് ചോദിച്ചിട്ട് ആരും എൻക്വയറി ചെയ്യേണ്ടതില്ല. അതിൻ്റെ അകത്ത് റൂബി റെഡ് മാത്രം എന്തോ 10 പ്ലാന്റിൻ്റെ അടുത്ത് അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ കവർ പ്ലാന്റുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അതിൽ 280 റുപ്പീസിൻ്റെ പ്ലാന്റുകളുണ്ട്. 170 എന്നൊക്കെ പറഞ്ഞ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ വീഡിയോ ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്ലാന്റുകളെല്ലാം തന്നെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ കവർ പ്ലാന്റുകൾ വരുമ്പോൾ അതുപോലത്തെ ചെറിയ വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് വന്നെന്നുള്ളവർ ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് വരും. ഇതൊരു ഹോം ഗാർഡൻ ആണ്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. മൈ ഡ്രീം ഗാർഡൻ എന്നടിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ വരും കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം കോളുകൾ ഒഴിവാക്കാം. വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് കൊറിയർ സർവീസ് എല്ലായിടത്തേക്കും അവൈലബിൾ ആണ്. DTDC, സ്പീഡ് ആൻഡ് സേഫ്, സ്പീഡ് പോസ്റ്റ്, അതുപോലെ തന്നെ പെറ്റ് സർവീസ്. ഇങ്ങനെ 4 കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെറ്റ് സർവീസിലാണ് കൂടുതൽ പേരും ഇപ്പം പ്ലാന്റ്സുകളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ സെയിം ഡേ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അയക്കുന്ന സെയിം ഡേ തന്നെ പ്ലാന്റുകൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എത്ര വലിയ പോട്ടുകളാണെങ്കിൽ പോലും ആ സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പെറ്റ് സർവീസിൻ്റെ പ്രത്യേകത. കൊറിയർ ആകുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ടാണ് കൊറിയർ അയക്കുന്നത്. അത് വിത്ത് പോട്ട് വേണമെന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്യാം. പിന്നെ അത്യാവശ്യം ബോഗിൻവില്ല പ്ലാന്റ്സിന് അത്യാവശ്യം കൊറിയർ ചാർജ് ആകുന്നുണ്ട്. കാരണം മണ്ണായതിനാൽ ഒരുപാട് മണ്ണ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം ചുവട്ടിലെ മണ്ണ് അനങ്ങിയാൽ എത്ര വലിയ പ്ലാന്റ് ആണെങ്കിൽ പോലും ചുവട്ടിലെ മണ്ണ് അനങ്ങിക്കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചുവട്ടിലെ മണ്ണ് അനങ്ങാത്ത രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന പാക്കേജ് നിങ്ങൾ പോട്ട് ചെയ്യുമ്പോഴും ആ മണ്ണ് കളയാതെ, മാക്സിമം കളയാതെ അങ്ങനെ തന്നെ നിങ്ങളുടെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പലർക്കും അറിയില്ല എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന്. ഇന്നലത്തെ ആ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്ലാന്റ്സുകൾ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന്. ഒരു കാരണവശാലും ചുവട്ടിലെ മണ്ണ് ഇളക്കാൻ പാടില്ല കേട്ടോ. മറ്റുള്ള അഗ്ലോണിമ പോലെയുള്ള ചെടിയല്ല ഇത്. ചുവട്ടിലെ മണ്ണ് അനങ്ങിക്കഴിഞ്ഞാൽ പ്ലാന്റ് വാടിക്കിട്ടും കേട്ടോ. നിങ്ങളുടെ ചുവട്ടിലെ മണ്ണ് അനങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ പ്ലാന്റ് ചെറിയൊരു വാടലുണ്ടാകും. ചുവട്ടിലെ മണ്ണ് അനങ്ങിയിട്ടും. അപ്പോൾ മാക്സിമം ചുവട്ടിലെ മണ്ണ് അനങ്ങാത്ത രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. പിന്നെ അത് തന്നെയുമല്ല, നിങ്ങളുടെ കൈകളിലേക്ക് പ്ലാന്റ് എത്തുമ്പോൾ നമുക്കൊരു ഫോട്ടോ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ പ്ലാന്റ് കിട്ടി എന്നൊരു ഫോട്ടോ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നട്ടതിന് ശേഷമുള്ള ഫോട്ടോ അല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ കൈകളിൽ പ്ലാന്റ് കിട്ടുമ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 1-2 കാര്യം കൂടി പറയുവാണ്. ഇപ്പോൾ കാണിക്കുന്ന ഈ പ്ലാന്റുകളിലൊക്കെ കുറേയൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ എല്ലാം ചിലപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്ലവറിന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ഫ്ലവറുകൾ ഇവിടെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൊറിയർ പാക്ക് ചെയ്യുന്ന സമയത്താകുമ്പോഴത്തേക്കും ഫ്ലവറുകൾ പൊഴിഞ്ഞു പോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇന്ന് ഒരു കോംബോ വീഡിയോ ആണ്.
കോംബോ വീഡിയോയിൽ പ്ലാന്റുകൾ കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല, സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏത് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ടും അവൈലബിൾ ആണ്. കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല. പിന്നെ കോംബോ ആയിട്ട് എടുക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴും പ്ലാനിൻ്റെ പ്രൈസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കോംബോ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ലാഭകരമായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ പ്ലാന്റിൻ്റെയും സൈസ് ഞാനിവിടെ കൃത്യമായിട്ട് കാണിക്കും. പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലേസ് ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബോഗൻവില്ല പ്ലാന്റ്സുകൾക്ക് ഫ്ലവർ ഇടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഫ്ലവർ ഇടുന്നതിന് വേണ്ടിയിട്ട് നല്ല വെയിലത്തേക്ക് തന്നെ വെക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കുക. അതിനൊപ്പം നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫെർട്ടിലൈസറാണ് DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസർ. അപ്പോൾ DAP നമുക്ക് എങ്ങനെയാണ് ഒരു ചട്ടിയിലിടുന്നതെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഒരു 5-6 തരി ഇതുപോലെ ഇങ്ങനെ വിതറിയിടാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട ഒരു ചട്ടിയിൽ, അത് എത്ര മാത്രം മതി. അപ്പോൾ അത് ഇങ്ങനെയാണ് DAP ഇടുന്നത്. അപ്പോൾ DAP നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു DAP തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് DAP അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ബൾക്കായിട്ട് കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് DAP ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. 2 കിലോയും 3 കിലോയൊക്കെ വെച്ച് ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ 1/2 കിലോയും 1 കിലോയും വെച്ചിട്ടാണ് അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുമോ നോക്കാം കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DAP അയച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അയക്കുമ്പോൾ കൊറിയർ ചാർജ് ആവുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാം. നമുക്കിവിടെ DAPക്ക് റേറ്റ് വരുന്നത് 1 കിലോയ്ക്ക് 150 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 150 രൂപയാണ് 1 കിലോയ്ക്ക് റേറ്റ് വരുന്നത്. 1/2 കിലോയ്ക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DAPക്ക് പ്ലേസ് ഓർഡർ ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വരുന്നുണ്ട്. എത്ര മാത്രം പർച്ചേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിൽ നമ്മുടെ ആദ്യത്തെ ഒരു ഐറ്റം വരുന്നത് ബ്രീസ പീച്ചാണ് കേട്ടോ. ബ്രീസ പീച്ചിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഈ ഒരു സൈസിലുള്ള ബ്രീസ പീച്ചും പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ടാങ്ലോങ് പീച്ച്. നമുക്ക് ടാങ്ലോങ് പീച്ചിൻ്റെ ഒത്തിരി സൈസ് അല്ലാത്ത എന്നാൽ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ടാങ്ലോങ് പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഫ്ലവർ അധികം വിരിയില്ല. ഇതുപോലെ മുട്ട് പോലെ നിൽക്കും, അധികം വിരിഞ്ഞ് വരില്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രീസ പീച്ചും ടാങ്ലോങ് പീച്ചും ഈ 2 പ്ലാന്റും വെച്ചുള്ള ഒരു കോംബോയാണ് വരുന്നത്. ഈ ഒരു കോംബോയ്ക്ക് ഇന്ന് പ്രൈസ് വരുന്നത് 900 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബ്രീസ പീച്ചിന് മാത്രം 650 രൂപ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പം പ്ലാന്റിന് റേറ്റ് വ്യത്യാസം വരും. കോംബോ ആകുമ്പോഴാണ് നമുക്ക് ഈ റേറ്റിന് തരാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് എല്ലാവരും കണ്ടല്ലോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ്. ഇതുപോലെ ഫ്ലവർ ഇട്ട ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ നമ്മൾ ടാങ്ലോങ് പിങ്കിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ടാങ്ലോങ് പിങ്ക് ഇങ്ങനെയാണ് ടാങ്ലോങ് പിങ്കിൻ്റെ ഫ്ലവർ വരുന്നത്. അപ്പോൾ ടാങ്ലോങ് പിങ്കിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. ടാങ്ലോങ് പിങ്കൊക്കെ അത്യാവശ്യം 650 രൂപയ്ക്കാണ് നമ്മളിവിടെ ഈ ടാങ്ലോങ് പിങ്ക് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പ്ലാന്റ്, അതായത് ടാങ്ലോങ് പിങ്കും ഈ ഒരു സൈസിലുള്ള ഫയറോപ്പൽ ഓറഞ്ചും, അപ്പോൾ ഈ 2 പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 800 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടാങ്ലോങ്ങിൻ്റെ റെഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് 3 ടാങ്ലോങ്ങും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കോംബോ ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റുകൾ എടുക്കാം കേട്ടോ. ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുമ്പോൾ കോംബോ ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മളിവിടെ കുറച്ച് കോംബോ അറേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അടുത്തൊരു വെറൈറ്റി വരുന്നത് ടാങ്ലോങ് റെഡാണ് വരുന്നത്. ഈ ഒരു സൈസുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ് ടാങ്ലോങ് റെഡ്. അതുപോലെ തന്നെ ഒത്തിരി പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റാണ് തായ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് തായ് പ്രിൻസസ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഷോർട്ടേജുമായിട്ടുള്ളൊരു പ്ലാന്റാണ് തായ് പ്രിൻസസ് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഈ 2 പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 1100 രൂപയാണ് വരുന്നത് കേട്ടോ. ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 പ്ലാന്റും 650 രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. 650 രൂപയാണ് ഈ ഒരു തായ് പ്രിൻസസിന് വരുന്നത്.
ഈ ഒരു പ്ലാന്റിന് വരുന്നതും 650 രൂപയാണ് കേട്ടോ. അപ്പോൾ കോംബോ പ്രൈസ് വരുന്നത് 1100 രൂപയാണ് കോംബോ വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. വെച്ചാൽ നമുക്ക് ഒത്തിരി വെയിൽ തെളിയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മാറേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല വെയിൽ വരും. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിൽ വരും. നമുക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി റെഡ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ കളറാണ്. ഞാൻ ഇന്നലെയൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. റൂബി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഫ്ലവർ ഇട്ടത് ഇതുപോലത്തെ സൈസുള്ള പ്ലാന്റും, അതുപോലെ ഫ്ലെയിം റെഡ് വളരെയധികം മാർക്കറ്റിൽ ഷോർട്ടേജ് ആയി തുടങ്ങി കേട്ടോ. ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് കുറച്ച് പ്ലാന്റാണ് ഫ്ലെയിം റെഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ ഇതുപോലെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാന്റും, അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഈ രണ്ട് പ്ലാന്റും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് 750 രൂപയാണ് റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 പ്ലാന്റ് വെച്ച് മാത്രമാണ് രണ്ടിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതൊക്കെ മാർക്കറ്റിൽ ഷോർട്ടേജ് ആയി തുടങ്ങി കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഷോർട്ടേജ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഫ്ലവർ സ്റ്റാർട്ടാകുന്ന സീനായിട്ട് കാണുന്നത്. ഫ്ലവർ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ഫ്ലവറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ടർ കപ്പാണ് വീഡിയോ, അതായത് ബട്ടർ കപ്പിൻ്റെ ഒരു റെഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ വാട്ടർമെലൻ കിസ് നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. രണ്ടും ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് തന്നെയാണ്. കാരണം ഓൺ റൂട്ട് പ്ലാന്റ് ഇതിൻ്റെ ഒന്നും അവൈലബിൾ അല്ല എവിടെയും. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആട്ടോ. അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇത് കോംബോ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഇതിന് അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് 1250 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അതുപോലെ വാട്ടർമെലൻ കിസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാറായ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ സ്പ്ലാഷ് കേട്ടോ. വലിയ കവറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതും പിന്നെ ബട്ടർഫ്ലൈ പിങ്ക്. ഈ ഒരു സൈസിൽ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ പിങ്കിൽ വലിയ കവറുകളാണ്, കുഞ്ഞു കവറല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 പ്ലാന്റാണ്. ഈ 2 പ്ലാന്റും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് 520 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടിൻ്റെ ഒരു 10 പ്ലാന്റ് വെച്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻവില്ലയാണ് കേട്ടോ. 3-4 ഗ്രാഫ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൻവില്ലയാണ്. ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ക്ലൈമറ്റിലേക്ക് വന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. ഇനി വെയിലത്ത് വെച്ചാൽ മാത്രമേ പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാവുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ കളറ് നമുക്ക് പൂക്കൾ വിരിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ലീഫുകൾ കാണുമ്പോൾ അറിയാം. നമുക്ക് 3 എണ്ണാണെങ്കിൽ 3 ഡിഫറെൻറ്റ് വെറൈറ്റി ലീവ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലീഫ് കാണുമ്പോഴേ നമുക്കറിയാം കേട്ടോ. 3 കളർ അല്ലെങ്കിൽ 4 കളറാണ് നമുക്ക് ലീഫ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി പേര് നമുക്ക് വലിയ പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്നു ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവരാമോ എന്ന്. അപ്പോൾ ഈ ഒരു സൈസുള്ള മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻവില്ല പ്ലാന്റാണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 1300 രൂപയാണ് റേറ്റ് വരുന്നത്. 1300 ആണ് റേറ്റ് വരുന്നത്. ഇതൊരു 1 വീക്കൊക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ആയി വരും കേട്ടോ. ഇനി നമ്മുടെ വീഡിയോയുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്. നല്ല ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്. അതുപോലെ തന്നെ ചില്ലി യെല്ലോയുടെ, അതായത് ഏത് വെറൈറ്റി ചില്ലി യെല്ലോ ആണോ? ഡ്വാർഫ് വെറൈറ്റി ചില്ലി യെല്ലോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നമുക്ക് ഈ ഡ്വാർഫ് വെറൈറ്റി ചില്ലി യെല്ലോ വന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കൊടുത്തിരുന്നു. അപ്പോഴത്തേക്കും ഫ്ലവർ പൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇത് ഫ്ലവർ ആയി വരാനായിട്ട് വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, വെയിലത്തേക്ക് വെച്ചപ്പോൾ തന്നെ പ്ലാന്റിനൊക്കെ ഫുള്ള് ഫ്ലവർ ഇട്ടിട്ട് പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഡ്വാർഫ് പോലെയാണ് നിൽക്കുന്ന, ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ ചില്ലി യെല്ലോ. അതുപോലെ ഫയറോപ്പൽ ഓറഞ്ച്. അപ്പോൾ ഈ 2 പ്ലാന്റും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവർ ഇട്ടിരിക്കുന്ന ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് വരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 830 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഫയറോപ്പൽ ഓറഞ്ച് 450 ആണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 480 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്. ഫ്ലവറൊക്കെ ഇട്ടിരിക്കുന്ന ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും, അതുപോലെ ബ്ലൂബെറി ഐസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും കേട്ടോ. രണ്ടും നല്ല അടിപൊളി ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 2 പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് 900
900 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി ഏതാണെന്ന് നോക്കാം കേട്ടോ. എന്താ, മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം മിസ് ഹോളണ്ട് ഭയങ്കര റേറ്റുള്ള പ്ലാന്റാണ്, അതുപോലെ ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റുമായിരുന്നു. നമ്മൾ മിസ് ഹോളണ്ടിൻ്റെ വലിയ പ്ലാന്റൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസമൊക്കെ വലിയ പ്ലാന്റൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ പ്ലാന്റൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ മിസ് ഹോളണ്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വെയിൽ കിട്ടും തോറുമാണ് കളർ വരുന്നത് കേട്ടോ. തണലത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മങ്ങിപ്പോകും. ഇതിന് വെയിൽ കിട്ടുമ്പോഴാണ് ഇതുപോലെ ഒരു ഡാർക്ക് കളർ വരുന്നത് കേട്ടോ. അപ്പം മിസ് ഹോളണ്ടിൻ്റെ ഈ ഒരു പ്ലാന്റും ടോപ്പ് റെയർ വെറൈറ്റി ആയിട്ടുള്ള ലോല എന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതാ നോക്കിക്കേ, നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ലോല. ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റാണ്. പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ലോല 1350 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസ് ഹോളണ്ടിൻ്റെ ഈ ഒരു പ്ലാന്റും ഈ ഒരു ലോലയും വെച്ചിട്ടുള്ള ഇന്നത്തെ അടിപൊളി ഒരു കോംബോ പ്രൈസ് വരുന്നത് 1900 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. 1900 ആണ് കോംബോ പ്രൈസ്. ടോപ്പ് റെയർ വെറൈറ്റി പ്ലാന്റുകളാണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര റേറ്റ് എന്ന്. റെയർ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമയുടെ റെഡാണ് ഈ ഒരു കളറുള്ള പ്ലാന്റ് കേട്ടോ. തിമയുടെ റെഡ് കളർ എന്ന് പറഞ്ഞാൽ റെഡ് അല്ല, ഒരു ഡാർക്ക് മജന്ത പോലത്തെ കളറാണ്. തിമ റെഡ് എന്നാണ് ഐഡി വരുന്നത് കേട്ടോ. തിമയുടെ റെഡും അതുപോലെ ബിദാതിരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോപ്പ് റെയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫ്ലവറുകൾ വരുന്നതാണ് ഇത് കാണുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് ബിദാതിരിക്ക് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് 800 ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് 1200 രൂപയാണ് കോംബോ പ്രൈസ്. 1200 ആണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. ബിദാതിരിയുടെ നല്ലൊരു പിക്ക് ഞാൻ സൈഡ് കാണിക്കുന്നുണ്ട്. അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ ഒരു മിസ് വേൾഡിൻ്റെ പ്ലാന്റ് കേട്ടോ. മിസ് വേൾഡ് ഏകദേശം മിസ് ഹോളണ്ട് പോലെ തന്നെയാണ് ഫ്ലവർ കാണുന്നത്, എന്നാലും മിസ് ഹോളണ്ട് അല്ല കേട്ടോ, മിസ് വേൾഡ് ആണ്. അപ്പോൾ മിസ് വേൾഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്. അതുപോലെ അടർന, ഒരുപാട് പേര് ചെറിയ പ്ലാന്റുകൾ അടർനയുടെ ചോദിച്ചിരുന്നു കേട്ടോ. കുറച്ച് മാത്രം പ്ലാന്റുകളെ നമുക്ക് അടർന വന്നിട്ടുള്ളൂ. ഇത്രയും പ്ലാന്റാണ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടർനയൊന്നും ഈ വർഷം നമുക്ക് കിട്ടാനില്ല, കാരണം നമ്മൾ എടുക്കുന്നിടത്ത് എല്ലാ അടർന പ്ലാന്റുകളൊക്കെ തീർന്നോ. അതുപോലെ തന്നെ മഹാറാണിയുടെ പ്ലാന്റ്സുകളൊന്നും ഇനി കിട്ടാൻ ഒത്തിരി പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ ചോദിച്ചു മഹാറാണിയുടെ പ്ലാന്റുകളൊക്കെ. അപ്പം മഹാറാണി ഒന്നും ഇനി ഈ വർഷം നമുക്ക് സെയിലിന് അവൈലബിൾ അല്ല കേട്ടോ. ഇനി അതൊക്കെ അടുത്ത വർഷത്തേക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ അടർനയുടെ ഈ ഒരു സ്റ്റോക്ക് തീർന്നാലും അടർന പ്ലാന്റ്സുകളും എറൗണ്ട് ഫിഷ് ആവുന്നു കേട്ടോ. അപ്പോൾ അത് അടർനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 950 ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു കോംബോ പ്രൈസായിട്ട് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അടർനയുടെ ഒരു പ്ലാന്റും ഈ ഒരു സൈസിലുള്ള മിസ് വേൾഡിൻ്റെ പ്ലാന്റും കേട്ടോ. പൂക്കൾ ഞാൻ പറഞ്ഞു, പൂക്കൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. പൂക്കൾ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പൊഴിഞ്ഞു, പൂക്കൾ പൊഴിഞ്ഞാറായ പൂക്കളാണെങ്കിൽ അത് പൊഴിഞ്ഞു പോകുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള അടർനയുടെ പ്ലാന്റും ഈ ഒരു സൈസിലുള്ള മിസ് വേൾഡിൻ്റെ പ്ലാന്റും ഈ ഒരു സൈസ്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഒരു കോംബോ പ്രൈസ് വരുന്നത് 1400 രൂപയാണ് കേട്ടോ. കോംബോ പ്രൈസ് വരുന്നത് 1400 ആണ് കോംബോ പ്രൈസ് വരുന്നത്. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ അടർനയുടെ ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി യെല്ലോ അടർനയുടെ 2-3 വലിയ പ്ലാന്റ് മാത്രമാണ് നമുക്കുള്ളൂ. ചെറിയ പ്ലാന്റുകളും ഇനി കിട്ടാനില്ല കേട്ടോ. അപ്പോൾ യെല്ലോ അടർനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ നമ്മുടെ സാധാ അടർനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും, ഇപ്പോൾ രണ്ട് പ്ലാന്റും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 1350 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു അടർനയ്ക്ക് റേറ്റ് വരുന്നത് 550 ആണ് കേട്ടോ. അപ്പോൾ കോംബോ ആയിട്ട് വരുമ്പോൾ പ്രൈസ് വരുന്നത് 1350 രൂപ, 1350. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റമാണ് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. എല്ലാത്തിനും ഇത്രയും ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഫ്ലവർ കാണിക്കുന്നതിന് വേണ്ടി പ്ലാന്റ് സൈസ് അല്ല, ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് 850 ആണ് കേട്ടോ, സെപ്പറേറ്റ് റേറ്റ് വരുന്നത്. ഇനി ഓറഞ്ച് ഗ്ലോ എന്ന് പറയുന്ന പ്ലാന്റ്, ഇത് നമുക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് പ്ലാന്റേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു 5 പ്ലാന്റൊക്കെ ഇനി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഓറഞ്ച് ഗ്ലോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീഫ് നല്ല ഗോൾഡൻ വെരിഗേഷൻ ആട്ടോ. യെല്ലോ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡൻ പോലത്തെ ഒരു വെരിഗേഷനാണ് വരുന്നത്. അതിൻ്റെ നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ വയലറ്റ് സെപ്റ്റംബറും അതുപോലെ തന്നെ ഓറഞ്ച് ഗ്ലോയും ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത്
1350 രൂപയാണ് റേറ്റ് വരുന്നത്. 1350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫോർമോസ വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഫോർമോസ വൈറ്റിൻ്റെ പ്ലാന്റും അതുപോലെ ഫയറപ്പൽ ഓറഞ്ച് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഫയറപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 520 ആണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. ഫയറപ്പൽ ഓറഞ്ച്, ഫോർമോസ വൈറ്റ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ് പ്രിൻസസിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയാണ് തായ് പ്രിൻസസ് കാണാനായിട്ട്. ഇത് കേട്ടോ ഫുൾ ഫ്ലവറൊക്കെ ഇട്ട് വലിയ പ്ലാന്റാണ്, അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തായ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും അതുപോലെ അടർണയുടെ ഇത്രയും വലിയ പ്ലാന്റ് കേട്ടോ, വലിയ പ്ലാന്റ്. അപ്പോൾ അടർണയുടെ സെപ്പറേറ്റ് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 1400 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടർണയുടെ ഈ ഒരു പ്ലാന്റും തായ് പ്രിൻസസിൻ്റെ ഈ ഒരു പ്ലാന്റും, ഈ 2 പ്ലാന്റ് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 2000 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു തായ് പ്രിൻസസ് മാത്രം സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 900 ആണ് കേട്ടോ. 900 രൂപയാണ് തായ് പ്രിൻസസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തൊരു കോംബോ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ചോക്ലേറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും അതുപോലെ തന്നെ 3 സ്റ്റാറിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ 3 സ്റ്റാറും ഈ ഒരു ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു കോംബോ പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റാറും ഈ ഒരു ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 1300 രൂപയാണ് കേട്ടോ. 1300 ആണ് കോംബോ പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ വൈറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ ലീഫ് ഇങ്ങനെയാണ് മാർബിൾ വൈറ്റിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് മാർബിൾ വൈറ്റിൻ്റെ ലീഫ് വരുന്നത്. 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. കണ്ടോ ഇതൊരു ഹെവി പുഷായിട്ടുള്ള മാർബിൾ വൈറ്റ് ആണ്. ഇതിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിന് വെരിഗേഷൻ കുറച്ചുകൂടി വെയിൽ കിട്ടുന്ന അനുസരിച്ചാണ് ലീഫിന് വെരിഗേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെയിലത്ത് തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണ്. ഇത് കണ്ടോ ഇതിന് നല്ല വെരിഗേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 1800 രൂപ. ഒരു പ്ലാന്റിനാണ് കേട്ടോ, കോംബോ അല്ല, ഇത് ഒരു പ്ലാന്റിനാണ് 1800. 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫിയ ഇന്ത്യാന ഭയങ്കര ഭംഗിയായിട്ട് ഫ്ലവർ കാണാനായിട്ട്. ഫ്ലവറിന് കുറച്ചുകൂടി കളർ കയറി വരാനുണ്ട്. ഞാൻ നല്ലൊരു പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൂഫിയ ഇന്ത്യാനയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റും അതുപോലെ തന്നെ തായ് ഗോൾഡൻ സുവർണ ഈ ഒരു സൈസുള്ള പ്ലാന്റും സ്റ്റോക്ക് വളരെ കുറവാണ്. 3-4 പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. സൈസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് കോംബോ പ്രൈസ് വരുന്നത് 1500 ആണ്. 1500 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 850 വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് മാജിക് ഐസ്ക്രീമിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. മാജിക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ലീഫ് വരുന്നത്. എൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫ്ലവറുകൾ വരുന്നതാണ് കേട്ടോ കാണുന്നത്. മാജിക് ഐസ്ക്രീമിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് 1250 ആണ് കേട്ടോ. ഇതൊക്കെ ഒരു ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റ് ടോപ്പ് റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയതാണ് കേട്ടോ. നിറച്ചും ഫ്ലവറോടുകൂടി വന്നതാണ്. ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയതാണ് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് എങ്ങനെയാണ് ഫ്ലവർ വരുന്നത്. ഇത് നമുക്ക് ഈ ആഴ്ചയാണ് ഇതിൻ്റെ സ്റ്റോക്ക് വന്നത് കേട്ടോ. ഈ കഴിഞ്ഞ ആഴ്ചയോടെയാണ് ഇതിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നത്. ആദ്യമായിട്ട് വരുന്നതാണ് ലിപ്സ്റ്റിക്ക്. ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ലിപ്സ്റ്റിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ലോല, ഞാൻ ആദ്യം കാണിച്ചിരുന്നു ലോല ഒരു നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റാണെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കും ലോലയും വെച്ചിട്ടുള്ളൊരു കോംബോയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 2000 ആണ്. 2000 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്ന ഏത് പ്ലാനും സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജിദലീഷ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ടോപ്പ് റെയറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് വജിദലീഷ എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. ഫ്ലവറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഫ്ലവർ തന്നെയാണ്. നല്ല ഒരു അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ വജിദലീഷ. അത്യാവശ്യം ഒരു 10 ഇഞ്ച് പോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ 2 പ്ലാന്റ് മാത്രമാണ് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വന്ന് 2200 ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് മറ്റൊരു ആയിട്ടാണ് സെൻഡായി പീച്ച് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്.
അധികം പ്ലാന്റ് അവൈലബിൾ അല്ല, 1-2 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ തായ് പ്രിൻസസിൻ്റെ ഏകദേശം ഒരു ഫ്ലവർ പോലെയാണ് സെൻഡായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സെൻഡായിക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 700 ആണ് റേറ്റ് വരുന്നത്, 700 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ അടിപൊളി ഒരു കോംബോ എന്ന് പറയുന്നത് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ട്രൈ കളർ വെരിഗേറ്റഡ്. ഒരുപാട് സൈസുള്ള പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിന് സെപ്പറേറ്റ് പ്രൈസ് വരുന്നത് 700 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള ട്രൈ കളർ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് 1000 റുപ്പീസാണ് കോംബോ വരുന്നത്. രണ്ടും നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അതുപോലെ ട്രൈ കളർ വെരിയേറ്റഡ് വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക്, ഫ്ലവർ ഫുള്ള് വന്നാണ്ട് ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ്. ഈ ഒരു സൈസുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈ കളർ വെരിഗേറ്റഡ് അതുപോലെ മഹാറ വെരിഗേറ്റഡ്. ഇതുണ്ടോ മഹാറ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇങ്ങനെയാണ് ഫ്ലവർ. ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് കണ്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റ് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 1050 റുപ്പീസ്, 1050 രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമ്മൾ എല്ലാ പ്ലാന്റുകളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നു. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് ടാങ്ലോങ്ങിൻ്റെ 3 വെറൈറ്റി വെച്ചിട്ടുള്ള കോംബോയാണ്. ടാങ്ലോങ് പീച്ച് പ്ലാന്റ് സൈസ് വരുന്നത്, ടാങ്ലോങ് പിങ്ക് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്, അതുപോലെ ടാങ്ലോങ് റെഡ്. അപ്പോൾ 3 ടൈപ്പിലുള്ള ടാങ്ലോങ് ആണ് വരുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. കൃത്യമായിട്ട് വീഡിയോയിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടാങ്ലോങ്ങിൻ്റെ 3 പ്ലാന്റും വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം. സെപ്പറേറ്റ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ടാങ്ലോങ് 650 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അത് കോംബോ പ്രൈസ് ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 1600 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 1600 ആണ് 3 ടാങ്ലോങ് വെറൈറ്റിക്കുള്ള അടിപൊളി ഒരു കോംബോ ഓഫർ വരുന്നത്. അപ്പോൾ ഇത്രയും കോംബോകളാണ് നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളൊരു കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. പലരും ഇവിടെ വിളിക്കാതെ പ്ലാന്റുകൾ എടുക്കാനായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്ന് നിങ്ങൾക്കത് വെറുതെ പോകേണ്ടി വരും കേട്ടോ. ദൂരെ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ എടുക്കാനായിട്ട് വരിക. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് കൊറിയറൊക്കെ ഉള്ള ദിവസം മിക്കവാറും നമ്മൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ പ്ലാന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ദൂരമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ആളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാന്റ് എടുക്കാൻ വരുമ്പോൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് നല്ല ഫ്ലവറൊക്കെ ഫുള്ളായിട്ട് നിൽക്കുന്ന ബുഷായിട്ട് നിൽക്കുന്ന ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. അതിപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 600 ആണ് കേട്ടോ. 600 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് ചെറിയ പ്ലാന്റുകൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ. കാരണം നമുക്ക് ഒത്തിരി ചെറിയ പ്ലാന്റുകൾ ഈ തവണത്തെ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. സാധാരണ നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റുകളെല്ലാം കൊണ്ടുവരുന്നതാണ്. ഈ തവണ നമുക്ക് പോയിട്ട് ചെറിയ പ്ലാന്റുകളൊന്നും അധികം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.